ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ് മാനേജർ എന്ന് പറയുന്ന ഫേസ്ബുക്കിലെ ഒരു ഫെസിലിറ്റിയെ കുറിച്ചിട്ടാണ്. ഒരുപക്ഷെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും, യൂട്യൂബിൽ നമുക്ക് കോപ്പിറൈറ്റ് മാച്ച് ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ കണ്ടന്റ് ആരെങ്കിലും എവിടെയെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പിറൈറ്റ് മാച്ച് ടൂളിൽ പോയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എത്ര പെർസെൻറ്റ്, ഈവൻ ഒരു പെർസെൻറ്റേജ് പോലും നമ്മുടെ വീഡിയോ ആരെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനും അവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ലെങ്കിൽ ക്ലെയിമോ അല്ലെങ്കിൽ വീഡിയോ റിമൂവൽ മെസ്സേജ് അയക്കാനും ഒക്കെ യൂട്യൂബിൽ ഒരു ഫെസിലിറ്റി ഉണ്ട് അല്ലേ. പക്ഷെ പലർക്കും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത്. നമുക്ക് യൂട്യൂബിനാണെങ്കിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇന്നത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കോപ്പിറൈറ്റ് മാച്ച് ടൂൾ കിട്ടത്തുള്ളൂ എന്നൊന്നുമില്ല. യൂട്യൂബ് സ്റ്റുഡിയോ ഉള്ള എല്ലാവർക്കും അതിനകത്ത് നമുക്ക് കോപ്പിറൈറ്റ് മാച്ച് ടൂൾ കിട്ടുന്നതായിരിക്കും അല്ലെ. അത് ഇൻബിൽറ്റ് ആണ്, അതിനകത്ത് തന്നെ ഉള്ളൊരു സാധനമാണ്. അതേസമയം ഫേസ്ബുക്കിലാണെങ്കിൽ റൈറ്റ് മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഇൻബിൽറ്റ് അല്ല, നമ്മൾ അതിന് ഫേസ്ബുക്കിനോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനകത്തേക്ക് ആക്സസ് തരും. നമ്മുടെ പേജിലേക്ക് അത് വരാനുള്ള ഒരു ഫെസിലിറ്റി ഫേസ്ബുക്ക് ഉണ്ടാക്കി തരും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇടുന്ന ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതിന് കമൻറ്റ് കൂടി ഇടുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഈ റൈറ്റ് മാനേജർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ, അതായത് കോപ്പിറൈറ്റ് മാച്ച് ടൂള്. അതിന് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഗൂഗിളിലേക്ക് ഒന്ന് കയറുകയാണ് കേട്ടോ. ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ ആദ്യം എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് അറിയാമോ? ഫേസ്ബുക്ക് റൈറ്റ്സ് മാനേജർ എന്ന് പറഞ്ഞിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആദ്യം വരുന്നത് മെറ്റാ റൈറ്റ്സ് മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതിനകത്തേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ റിക്വസ്റ്റ് ആക്സസ് എന്നായിരിക്കും കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞ് റിക്വസ്റ്റ് ആക്സസ് എന്ന് പറയുന്നത് എൻ്റെ ഈ കമ്പ്യൂട്ടറിനകത്ത് കാണുന്നത് എൻ്റെ റൈറ്റ് സൈഡിൽ. ഇതില്ലാത്തവർക്കാണെങ്കിൽ ഒരു കുഞ്ഞ് ആരോ കാണും, അവിടെ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ വരും, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ആക്സസ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിക്വസ്റ്റ് ആക്സസിലേക്ക് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ ഇതുപോലെ വരും, റിക്വസ്റ്റ് ആക്സസ് ടു റൈറ്റ് മാനേജ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. റൈറ്റ് മാനേജർ ഹെൽപ്സ് protect your original videos and audios content across Facebook and Instagram. To get started, we need to verify some information to learn about your content. Protect needs once submitted, the right manager team will review your details and get back to you soon as possible. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ആരോ കാണിക്കും. എൻ്റെ അതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരൊറ്റ പേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ, എൻ്റെ ബാക്കി പേജസ് ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. നോർമലി ഒരുപക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പേജസും കാണിക്കുമായിരിക്കും, അതിനകത്ത് കേട്ടോ കാണിക്കും. അപ്പോൾ ഏതൊക്കെ പേജിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് വേണം. വിച്ച് പേജ് യു വാണ്ട് ടു പ്രൊട്ടക്ട്. ഒരു പ്രാവശ്യം ഒരു പേജിന് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഈ പേജിലാണ് വേണ്ടത്, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടും വീഡിയോസ്, ഇമേജസ്, ഓഡിയോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഇതിനകത്ത് ഏതാ വേണ്ടത്, വീഡിയോ ആണോ, ഇമേജ് ആണോ, ഓഡിയോ ആണോ വേണ്ടെന്നുള്ളത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ വീഡിയോക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മോസ്റ്റ്ലി വീഡിയോ ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം ഞാൻ വീഡിയോക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ താഴെയായിട്ട് the page only can select one type of content to protect എന്ന് പറയുന്നത്. അപ്പം വാട്ട് ടൈപ്പ് റൈറ്റ് ഹോൾഡർ യു ആർ, നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ ക്രിയേറ്റർ എന്നുള്ളതാണ്. കാരണം നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു മീഡിയ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തോളൂ കേട്ടോ. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വൽ ക്രിയേറ്റർ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പ്രൈമറി റൈറ്റ് ഹോൾഡർ, നമ്മുടെ പേര് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കാൻ പറ്റുന്നത്, നമ്മുടെ ഫുൾ നെയിം കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ പേര് കൊടുത്തേക്ക്. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഈ പേജിന്റെ പേര് റീനി സൂരജ് ആയതുകൊണ്ട് അങ്ങനെ കൊടുത്തു. ഹൗ ഓഫൺ യു പബ്ലിഷ് യുവർ കണ്ടന്റ്, അതായത് നമ്മൾ എങ്ങനെ ഡെയിലി കണ്ടന്റ് ഇടുന്ന, ഫ്യൂ ടൈംസ് എ വീക്ക് ആണോ, വീക്ക്ലി ആണോ. നമ്മൾ മിക്കവാറും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇടാറുണ്ട്. അപ്പം അല്ലെങ്കിൽ ഫ്യൂ ടൈംസ് എ വീക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഞാൻ എല്ലാ ദിവസവും ഇൻ കേസ് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി അങ്ങനെ തന്നെ ഇട്ടുള്ളൂ, ഡെയിലി ഇടും എന്ന് പറഞ്ഞ് കൊടുത്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു ഇഷ്യൂഡ് എ കോപ്പിറൈറ്റ് റിപ്പോർട്ട് ഓൺ ഫേസ്ബുക്ക് ബിഫോർ. ഇതിനു മുന്നേ ഫേസ്ബുക്കിൽ നമ്മൾ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോന്ന്. കോപ്പിറൈറ്റ് ഇഷ്യൂ അല്ലാത്ത ഇഷ്യൂകളൊന്നും അല്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ. അപ്പം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, നോ കൊടുക്കുന്നുണ്ട്. പ്രൊവൈഡ് സം ലിങ്ക് വീഡിയോ വിത്ത് ഒറിജിനൽ കണ്ടന്റ്സ് ഓഫ് വെരിഫൈ യുവർ ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതായത് നമ്മുടെ ഫേസ്ബുക്കിൽ കിടക്കുന്ന നമ്മുടെ ഓൺ കണ്ടന്റ് ആയിട്ടുള്ള ചില ലിങ്കുകൾ ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേജിലേക്ക് പോയിട്ട് ഞാൻ 1-2 വീഡിയോസ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പം നിങ്ങളുടെ ഓൺ കണ്ടന്റ് ആണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള കണ്ടന്റ് മാത്രമേ എടുക്കാവുള്ളൂ. വേറെ കണ്ടന്റുകൾ എന്തായാലും എടുക്കില്ല. നിങ്ങളുടെ ഓൺ കണ്ടന്റ് ആണ്. ഇത് വീഡിയോ ചെയ്തത് ഞാനാണ്, ഇതിന്റെ മ്യൂസിക് ചെയ്തത് കോപ്പിറൈറ്റ് ഇല്ലാത്ത കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പുള്ള വീഡിയോസ് മാത്രം അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉള്ളത് എടുക്കുക. അപ്പം ഞാൻ ഇതിന് ഈ വീഡിയോക്ക് എനിക്ക് 4,27,000 ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ വീഡിയോ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്താൽ ഇവിടെ കോപ്പി ലിങ്ക് കിട്ടും. കോപ്പി ലിങ്ക് എടുത്തിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ അതിനകത്തേക്ക് പോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി വീണ്ടും 1-2 ലിങ്കും കൂടെ നമുക്ക് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ഓൺ കണ്ടന്റുകൾ തന്നെ എടുക്കണം. വേറെ ആരുടെയും കണ്ടന്റ് നിങ്ങൾ എടുക്കില്ല. വേറെ ആരെങ്കിലും നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും എടുക്കില്ല. അപ്പൊ ഇതിലും എനിക്ക് വേറെ ആരുടെയും കണ്ടന്റ് ഒന്നും ഇല്ല ഇതിനകത്ത്. ഇതും ജസ്റ്റ് ഷെയർ കൊടുത്തിട്ട് ഞാൻ കോപ്പി ലിങ്ക് എടുക്കുന്നു, ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു, മീൻസ് അത് ക്ലോസ് ചെയ്തു, വീണ്ടും അവിടേക്ക് പേസ്റ്റ് ചെയ്യാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ലിങ്ക് കൂടെ വേണമെങ്കിൽ 1-2 എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഒരു വീഡിയോയും കൂടെ ഞാൻ എടുക്കട്ടെ, അത്യാവശ്യം റീച്ചുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ എടുക്കട്ടെ. ഇത് വേണമെങ്കിലും എടുക്കാം, വേണ്ട അതിന് കോപ്പിറൈറ്റ് മ്യൂസിക്കിനുണ്ട്. അടുത്ത ഇത് എടുക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഇതും ഷെയർ കൊടുത്തു, കോപ്പി ലിങ്ക് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആപ്ലിക്കേഷനകത്തോട്ട് പോയിട്ട് അവിടെ ഒരു 3 ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ലിങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് വേർ else does your page have been offline presence provide more information to help us to understand the content പ്രൊട്ടക്ഷൻ നീഡ്സ്. അതായത് യൂട്യൂബിന്റെ, നമ്മുടെ പേജിന്റെ യൂട്യൂബിന്റെ ലിങ്ക് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അവർ യൂട്യൂബ് കൊടുത്തേക്കുന്നുണ്ട്. യൂട്യൂബ് ഉണ്ടെങ്കിൽ അത്, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത്, അതിന്റെ താഴെ അതേഴ്സ് എന്ന് പറയുന്ന ചിലരുടെ അതിനകത്ത് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം എന്ന് തന്നെ കാണിക്കും കേട്ടോ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ യൂട്യൂബിന്റെ കൊടുക്കുകയാണ്. അത് ഞാൻ എൻ്റെ വാട്സപ്പിലേക്ക് എൻ്റെ യൂട്യൂബ് ലിങ്ക് ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് കോപ്പി എടുക്കുകയാണ്. കോപ്പി അഡ്രസ്സ് എന്ന് പറഞ്ഞെടുത്തിട്ട് പിന്നെ അവിടെ എൻ്റെ യൂട്യൂബ് ലിങ്ക് ഞാനൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റയുടെ വേണമെന്നുണ്ടെങ്കിലും അവിടെ കൊടുക്കാം. ഇൻസ്റ്റയിൽ കോപ്പി എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റയുടെയും കൂടെ ഒന്ന് കൊടുക്കുകയാണ് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ, എനിക്ക് ആ വെബ്സൈറ്റ് ഇല്ല അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്നില്ല. അപ്പം അടുത്ത അവർ ചോദിക്കുന്നത് വാട്ട് എൽസ് ഷുഡ് വി നോ, അതായത് ടെൽ us മോർ അബൌട്ട് വൈ യു വാണ്ട് ടു യൂസ് റൈറ്റ് മാനേജർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും കൊടുക്കാം, മീൻസ് എന്തുകൊണ്ടാണ് നിങ്ങളിപ്പം റൈറ്റ് മാനേജറിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കുന്നത്. ഞാൻ എഴുതാൻ പോകുന്ന someone used my video എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് ഓപ്ഷണൽ ആണ്. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണ്. അടുത്ത കോണ്ടാക്ട് ഇമെയിൽ അഡ്രസ്. ഈ ഇമെയിലിൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് വരും. ആ വെരിഫിക്കേഷൻ അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവർ വെരിഫൈ ചെയ്തെടുത്തുള്ളൂ. അപ്പം എൻ്റെ മെയിൽ അഡ്രസ്സ് ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ മെയിൽ ഐ ഡിയിലേക്ക് എൻ്റെ കോഡ് വന്നിട്ടുണ്ട്. ആ കോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണേ. നമുക്ക് വന്നേക്കുന്ന ആ 6 ഡിജിറ്റ് നമ്പർ നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് അടിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ജിമെയിലിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് വെരിഫൈ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന കോഡ് കറക്റ്റ് ആണെന്നല്ല. ഇനി അടുത്തത് ബൈ ക്ലിക്കിംഗ് റിക്വസ്റ്റ് ആക്സസ് യു അഗ്രി ടു ഫേസ്ബുക്ക് റൈറ്റ് മാനേജർ ടീംസ് ഇൻക്ലൂഡിംഗ്, അതായത് നമ്മുടെ ഇത് വെരിഫൈ ആയതിനു ശേഷം പിന്നെ നമ്മൾ റിക്വസ്റ്റ് ആക്സസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ റിക്വസ്റ്റ് ആക്സസിനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് വന്നിട്ടുണ്ട് താങ്ക് യു ഫോർ റിക്വസ്റ്റിംഗ് ആക്സസ് ടു റൈറ്റ് മാനേജർ വി റിസീവ്ഡ് യുവർ റിക്വസ്റ്റ് ആൻഡ് വിൽ ഇമെയിൽ യു ഷോർട്ട്ലി വിത്ത് റെസ്പോൺസ്. ഓക്കെ, അതായത് നമ്മളുടെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വിതിൻ ഡേയ്സ്, ചിലപ്പോൾ ഇന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിപ്ലൈ വരാം, അല്ലെങ്കിൽ 2 ഡേയ്സ് കഴിയുമ്പോൾ വരാം. നിങ്ങൾ ഈ മെയിൽ ഒന്ന് നോക്കണം. ഒരു പക്ഷേ മെയിലിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആകാറുണ്ട്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇമെയിലും ചിലപ്പം ഇങ്ങനെ വരും, നിങ്ങളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മെയിൽ വേണേലും വരാനുള്ള ഈ റൈറ്റ് ഓക്കെ മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് ഇമെയിൽ വന്നിട്ടുണ്ട്. ഹൈ റിനി, താങ്ക് യു ഫോർ അപ്ലൈയിങ് ടു റൈറ്റ് മാനേജർ. ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മീൻസ് അതിൻ്റെ റൈറ്റ് മാനേജിൻ്റെ ആ ടൂൾ എനിക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നാ ഇതിന് റിപ്ലൈ വരുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട്
കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് ഇത് ആക്സസ് കിട്ടുന്നവരൊക്കെ എനിക്ക് കമന്റ് ചെയ്യണം കേട്ടോ, ആക്സസ് ആർക്കൊക്കെ കിട്ടി അല്ലെ കിട്ടിയില്ല എന്നുള്ളത്. അപ്പൊ നമുക്കൊന്ന് അറിയാലോ ഇത് അയക്കുന്ന എത്ര പേർക്ക് ഇത് കിട്ടുന്നുണ്ട് ഇല്ല എന്നുള്ളതും നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ വീണ്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ റിനി ചിറ. ബൈ ബൈ.